ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു സാറ്റർഡേ വ്ലോഗ് ആയാലോ. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഇത്. രാവിലെ എണീക്കുന്നു, വീട്ടിലെ കാര്യങ്ങളും എല്ലാം റുട്ടീനായിട്ട് എല്ലാ ദിവസത്തെയും പോലെ തന്നെ പോകുന്നു, അതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ ചാർലിക്കുട്ടൻ അവിടെ കിടന്ന് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ വോയിസ് നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടെന്നിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലെ ഞാൻ എണീച്ചു, എന്നത്തെ പോലെ എണീക്കുന്നു, ബെഡൊക്കെ ഒതുക്കിയിടുന്നു. പിന്നെന്താണ്, വെള്ളം കുടിക്കുന്നു. വെള്ളം ഇപ്പോൾ കുടിക്കും, കാരണം കുറച്ച് ഡ്രൈനെസ് ഒക്കെ കൂടുതലായതുകൊണ്ട് രാവിലെ എണീച്ച് കുടിക്കും. പിന്നെ നമ്മൾ രാത്രി ഈ ഒരു സോക്സ് ഇടും. നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചൊരു സോക്സ് ആണ് കേട്ടോ, ഒരു ജെല്ലി ടൈപ്പാണ് അകത്ത് വരുന്നത്. പിന്നെ ചിക്കു രാവിലെ നല്ല കുട്ടിയായിട്ട് കുളിച്ച് കാപ്പിയൊക്കെ കുടിച്ചിരിക്കുമായിരുന്നു. അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്കും അമ്മ അവിടെ ചക്ക വെട്ടുന്നതിന്റെ പരിപാടി. കഴിഞ്ഞ ദിവസം നമ്മളൊരു വരിക്കച്ചക്ക കട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന്റെ ബാലൻസ് ഒരു പീസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ ഞങ്ങളെ രണ്ട് വഴക്കൊക്കെ പറഞ്ഞ്, ഞാൻ തൊട്ടില്ലെങ്കിൽ അതവിടെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞിട്ട് അമ്മ അതൊക്കെ ഒന്ന് ഇറുത്ത് ഒരു പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അമ്മൂസ് അവിടെ ചെയ്യുന്ന കണ്ടോ, വ്ളോഗ് എടുക്കുവാണ്. വ്ളോഗ് എന്നെ കൊണ്ട് ഹായ് ഒക്കെ പറയിക്കുന്നു, അതൊക്കെയാണ് അവളെ പരിപാടി. പിന്നെ ഇത് നമുക്ക് കുളിക്കാനുള്ള വെള്ളം അനത്തുവാണ് അമ്മ, മറ്റേ ആയുർവേദത്തിന്റെ ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട്. പിന്നെ വെയിലൊക്കെ കണ്ടതുകൊണ്ട് അമ്മ വെയിലില്ലെന്ന് തുണിയൊക്കെ എടുത്ത് വെയിലത്തിട്ടു. അത് കഴിഞ്ഞ് അമ്മൂസിന് ഇന്ന് സാറ്റർഡേ സൺഡേ 2 ദിവസവും വയലിൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ മറ്റേ കോണിൻ്റെ സർജറി ചെയ്തതിൻ്റെ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആയിട്ടില്ല, ഹീലായി വരുന്നുണ്ട്. അപ്പോൾ അവൾ എന്നെ കൊണ്ട് ഡ്രസ്സും ചെയ്യിക്കുവാണ്. ഒരേ മുറിവ് തന്നെ. ഞാൻ തൊട്ട നഴ്സാണല്ലോ എന്ന് വിചാരിച്ച് വേദനിക്കത്തില്ല, മോളമ്മ തൊട്ട ചെയ്താൽ വേദനിക്കത്തില്ല എന്നും പറഞ്ഞ് ചിക്കുവിനെ ചെയ്യാൻ സമ്മതിച്ചില്ല. അതും പറഞ്ഞിട്ട് പിന്നെ എന്നെ കൊണ്ട് തന്നെ 2 കാലം ഡ്രസ്സിങ് ചെയ്യിച്ചിട്ട് വയലിൻ ക്ലാസ്സിന് പോകാൻ റെഡിയാവുകയാണ്. അങ്ങനെ അവർ ഒരു 11-11:15 ആയപ്പോൾ ഇറങ്ങി. ഒരു 11:45 ആകുമ്പോൾ ഇങ്ങെത്തും. ആറ്റിങ്ങലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവർ അത് കഴിഞ്ഞ് പോയി. പിന്നെ അവർ പോയി കഴിഞ്ഞപ്പോൾ ബോറടിയാണല്ലോ, ഒരു പണിയില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നമ്മളെ സ്ഥിരം പരിപാടി അടുക്കി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ വീണ്ടും അടുക്കി പറക്കുന്നു. എനിക്ക് OCD ആണെന്നാണ് എൻ്റെ വീട്ടുകാർ പറയുന്നത്. ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നില്ല, അത്രേ ഉള്ളൂ. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ പോയി നമ്മൾ ചൂടാക്കിയിട്ടിരുന്ന വെള്ളമൊക്കെ എടുത്തൊരു കുളിയൊക്കെ പാസ്സാക്കി വന്നു. അപ്പോഴത്തേക്കും അമ്മ ചോറൊക്കെ റെഡിയാക്കി വയ്ക്കും. പിന്നെ വരിക, പോയിരുന്ന് അന്തസ്സായിട്ട് വിളമ്പി വെച്ച ചോറ് മാക്കനാ തട്ടുക. ഞാൻ കുളി കഴിഞ്ഞ ഉടനെ അച്ഛൻ എണ്ണയൊക്കെ തേച്ച് ജിംനാസ്റ്റിക് ബോഡിയായിട്ട് വന്നിപ്പോണ്ട്. അടുത്ത അച്ഛൻ ഉച്ചയ്ക്ക് ഒരു കുളിക്കാൻ വേണ്ടിയിട്ട് ബോഡി പെയിന് വേണ്ടിയിട്ടുള്ള തൈലമൊക്കെ തേച്ച് നിൽക്കുവാണ്. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഇൻ്റർനാഷണൽ സ്കൂളിൽ വർക്ക് ചെയ്ത സ്റ്റാഫാണ് ആൾ. ഹൗസ് പാരൻ്റായിട്ട് വർക്ക് ചെയ്തതാണ് മിസ്സ്. അപ്പോൾ മിസ്സ് ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. അങ്ങനെ എന്നെ കാണാൻ വരുന്നുണ്ടെന്നും 1-2 ദിവസം എൻ്റെ കൂടെ നിൽക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 3-3:30 ആകുമ്പോഴത്തേക്കും വരും. ചിക്കു വിളിക്കാനായിട്ട് ജംഗ്ഷനിൽ പോയി. അപ്പോൾ അവർ കറക്റ്റ് 3:30 കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തി. ഭയങ്കര സന്തോഷമായി. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. 2 വർഷത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു. പിന്നെ മിസ് എനിക്ക് വേണ്ടിയിട്ട് ബർഗറൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നു. വെജാണ്, നോൺ വെജ് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് വെജ് കൊണ്ടുവന്നു. പക്ഷേ ബർഗറും കഴിക്കാൻ പറ്റില്ല എന്ന് മിസ്സിന് അറിയില്ലായിരുന്നു. പക്ഷേ നല്ല മണമായിരുന്നു, ഞാൻ കഴിച്ചില്ല. പിന്നെ എല്ലാവരും കൂടിയൊക്കെ വന്ന് കാര്യങ്ങളും വിശേഷങ്ങളും പറഞ്ഞിട്ട് ശനിയാഴ്ച അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വിശേഷം ഇടവച്ചൊക്കെ നിർത്തുവാണ്. ഇനിയൊക്കെ ഞങ്ങൾ കുറച്ച് കത്തിയടിയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.